പൊട്ടിക്കും പൊട്ടിക്കും സിന്ദാബാദ് 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 പൊട്ടിക്കും ജോൺ വർഗീസ് നേതാവേ ജോൺ വർഗീസ് മൂരാച്ചി ജോൺ വർഗീസ് മൂരാച്ചി എങ്ങോട്ടാണോ ഈ പറക്കുന്നത്? പറക്കാതെ എങ്ങനെയാ സാർ അവന്മാരിന്ന് ഒരുങ്ങിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ഒന്നുകിൽ ഈ കോളേജിൽ ഇലക്ഷൻ, അല്ലെങ്കിൽ അവന്മാരുടെ മരണം. ഞങ്ങളും കുറെയൊക്കെ രക്തം കണ്ടതാ സാർ. ആ ഏറ് ജോൺ വർഗീസിന്റെ ഗുണ്ടകൾ എറിഞ്ഞതാ സാർ. അല്ലെങ്കിൽ ഇത്ര ഒച്ച കാണില്ല. എന്താണോ ചില്ലുകൾ ഓരോന്നായി പൊട്ടിക്കൊണ്ടിരിക്കുക. കെമിസ്ട്രി ലാബിന്റെ 4, ലൈബ്രറി 2, ഓഫീസിന്റെ 1 എല്ലാം ഞാൻ എണ്ണീട്ട് വരിക. നല്ല 10 ക്ലാസ്സുകളാ സാർ. കുഴപ്പമാവോ ഇഷ്ടപ്പെട്ടു? എന്ത് കുഴപ്പം? പിള്ളേരെ സമയമല്ല, അവര് കളിക്കട്ടെ. കത്തിയും സൈക്കിൾ ചെയ്ത് ബോംബും ഒക്കെ ഉണ്ട്. ഇന്നെന്തെങ്കിലൊക്കെ നടക്കും എന്റെ സാറേ. ഇതെന്താണ് സാറേ, ചന്തയോ അതോ കോളേജോ? കോളേജ് അല്ലെന്ന് തീർച്ച. എന്നാ ചന്തയാണോന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് പറയാനും വയ്യ. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് പോലീസിനെ വിളിക്കുന്നതാണ് നല്ലത്. മാഷേ, പോലീസിന് ക്യാമ്പസിന് ഉള്ളിക്കാനുള്ള അധികാരമില്ല. വേണമെങ്കിൽ കുട്ടികൾക്ക് അകത്തും പോലീസിന് പുറത്തു നിന്ന് കല്ലെടുത്തെറിഞ്ഞ് കളിക്കാം. സാറ് നോക്കിക്കാതെ പോലീസിനെ വിളിക്കും. ഇനി പ്രശ്നമില്ല. ആ വരവ് തന്നെ ഒരു ഐസ്ക്രീം ലോറി മറിഞ്ഞതുപോലെ ഉണ്ട്. എല്ലാവർക്കും ഒരു കുളിര് പോരിയിട്ടുണ്ട്. ഇവിടെ ആ കുഴപ്പമാണല്ലോ, ഞാൻ ഇടപെടണം. ഏയ്, ഒരു കുഴപ്പമില്ല. കുഞ്ഞമ്മാവൻ ധൈര്യം എടുപ്പോളൂ. നിന്റെ ഭരണമാണ് ഇവിടെ എന്ന് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒന്നും അധികമാവണ്ട. പോവാ. പ്രശ്നവും നമുക്ക് നോക്കാം. നിങ്ങളൊക്കെ ഈ കോളേജ് സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കഷ്ടമായി പോയി. ഇന്നെന്തെങ്കിലൊക്കെ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച. ഒരു പോലീസ് ജീപ്പ് വരുന്ന കണ്ടപ്പോഴേക്കും നിങ്ങൾ ആവേശിക്ക് അങ്ങ് പോയോ? ഓ, ഒരു നല്ല ചാൻസ് കളഞ്ഞില്ലേ? അയ്യടാ, ഞങ്ങൾ തമ്മിൽ അടി കൂടണാണ് തനിക്ക് വലിയ മോഹമാണല്ലേ? പിന്നെ അല്ലാതെ. 5-6 കൈയും കാലൊടിയും, പിന്നെ പോലീസ് വരും. ആ പേരിൽ പ്രിൻസിപ്പാൾ കോളേജിന് അവധി പ്രഖ്യാപിക്കും. അപ്പൊ എനിക്ക് വീട്ടിൽ പോവാല്ലോ. ഒരു പ്രശ്നമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അടി വരണ കണ്ടപ്പോ വെട്ടുകിളി പറക്കണ പോലെ പറക്കണുണ്ടല്ലോ. അത് പിന്നെ ആവേശം കൂടി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ പോലെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ അപ്പ പറക്കും. അത് പോട്ടെ, എന്താ അടുത്ത പരിപാടി? നിന്നെ കൂട്ടത്തിൽ കൂട്ടണമെന്ന് ആലോചിക്കട്ടെ ആദ്യം. അയ്യോ, ചതിക്കല്ലേ, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ്. അല്ലിറാണി വരുന്നുണ്ട്. അല്ലിറാണി ടയറ് മുഴക്കിക്കൊണ്ട് എഴുന്നള്ളണ്ടപ്പോ ഏതോ ഒരു മന്ത്രിയുടെ എസ്കോട്ട് വണ്ടി വന്നാ കരുതിയേ. മന്ത്രിക്കല്ല എസ്കോട്ട്, എനിക്ക് തന്നെയാ. എന്താ പൊന്നുമോന് പിടിച്ചില്ലേ? ഈ ശവം കൊണ്ടിരുന്ന വണ്ടിക്ക് എന്ന് മുതലാ എസ്കോട്ട് വണ്ടി എന്ന് പറയാൻ തുടങ്ങിയ? വെട്ടുകിളി പറക്കല്ലേ. ചിലപ്പോ പറക്കും, ഇല്ലെങ്കിൽ പറപ്പിക്കും. കുറെ നാളായല്ലോ നീ ഇവിടെ കിടന്ന് പറക്കാൻ തുടങ്ങിയിട്ട്. നീ ആരാ? ഈ കോളേജിലെ മഹാറാണിയോ? യെസ്, സംശയമുണ്ടോ രഞ്ജിത് ലാലിന്? ഐ വിൽ പ്രൂവ് ഇറ്റ്. എലക്ഷൻ കഴിയട്ടെ. അവളെ ഒതുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എലക്ഷൻ നിന്നുമില്ലേ? അതെ. അല്ലെങ്കിൽ രഞ്ജിത്ത് ലാൽ ആരാണെന്ന് അവിടെ വെച്ച് തന്നെ അവള് കണ്ടേനെ. നീ ചെയർമാൻ ആയാലും ഇല്ലെങ്കിലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. പക്ഷെ കഷ്ടകാലത്തിന് എങ്ങനെയും ജോൺ വർഗീസ് ജയിച്ച ആരതി മേനോൻ ഹൈ ടെൻഷൻ കമ്പി പോലെ ഈ കോളേജിനകത്ത് കിടന്ന് ഷൈൻ ചെയ്യും. ഒരു പീറപ്പെണ്ണ് അങ്ങനെ ഷൈൻ ചെയ്താ നമ്മൾ കൈയും കെട്ടി നോക്കിയിരിക്കും. പീറപ്പെണ്ണെന്ന് പറഞ്ഞ് നീ ആ കുട്ടിയെ കൊച്ചാക്കൊന്നും വേണ്ട. അവൾ ഒരു എടുപ്പുള്ള പെണ്ണ് തന്നെയാ. നമ്മളൊന്നും എടുത്താ പൊങ്ങൂല മോനെ. എടുപ്പുണ്ടാവാനെന്താ? അവളുടെ മുമ്പിൽ 2 ആന നടക്കുന്നുണ്ട്. നീ സൂക്ഷിച്ചു നോക്കിയിട്ടില്ലേ ദിലീപേ? അവളുടെ മുമ്പിൽ ശരിക്കും 2 ആന നടക്കുന്നുണ്ട്. ആരതിയുടെ ഒരു ബലത്തിലാ ഞാൻ രഞ്ജിത്ത് ലാലിനോട് മുട്ടുന്നത്. അവൻ കാശും കള്ളുമൊക്കെ പൊട്ടിച്ച് ആമ്പിള്ളേര് മുഴുവൻ ചാക്കിടുന്നുണ്ട്. ഞാൻ ജോൺ വർഗീസിന്റെ കൂടെ നിന്നത് അവനെ തോൽപ്പിക്കാനാ. ആരതി മേനോൻ വിചാരിച്ചാൽ അവൻ തോൽക്കും, തോറ്റിരിക്കും. പെമ്പിള്ളേര് മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ട്. കുറച്ച് എത്ത് ചെക്കന്മാരാ. പിന്നെ കുറച്ചെണ്ണത്തിന് ഇങ്ങോട്ട് വെട്ടിയാ പിന്നെ നമുക്ക് പ്രശ്നമില്ല. വെട്ടുകളി അടക്കം ഇങ്ങോട്ട് പോരും. നീ നോക്കിക്കോ, ആരതി മേനോൻ ഫുൾ സ്വിംഗിൽ ഇറങ്ങാൻ പോവാ. വെട്ടുകളി പോലെ ഞാൻ വെട്ടുകളി എവിടെയൊക്കെ തിരക്കി. അതെന്തിനാ കുട്ടി എന്നെ തിരക്കുന്നത്? വെറുതെ ഒന്ന് കാണാൻ. അത് വേണ്ട, ഞാൻ കുട്ടിയുടെ ശത്രുപാളയത്തിലാണ്. എന്നെ സ്വാധീനിക്കാൻ വെറുതെ പ്രലോഭനങ്ങളുമായി പുറകെ വരരുതേ. വെട്ടുകിളി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ പേര് വെട്ടുകിളി എന്നല്ല, മാമോദീസ മുഖ്യ പള്ളിയിലിട്ട പേരുണ്ട് ജോസഫ്. അത് വിളിച്ചാ മതി. എനിക്ക് വെട്ടുകിളി എന്ന് വിളിക്കുന്നതാ ഇഷ്ടം. ഞാൻ അങ്ങനെ വിളിക്കൂ. പഞ്ചാരവാക്ക് പറഞ്ഞു മയക്കി എന്റെ വോട്ട് സ്വാധീനിക്കാനാണ് ഉദ്ദേശമെങ്കിൽ
അത് നടക്കില്ല. എന്റെ വോട്ട് രഞ്ജിത്ത് ലാലിന് തന്നെയാണ്. എന്നങ്ങനെ തീരുമാനിച്ചാലോ? തീരുമാനമാണ്. എങ്കിൽ ജോസഫ് എന്ന ഈ വെട്ടുകിളി രഞ്ജിത്ത് ലാലിന് വോട്ട് ചെയ്യുന്നില്ല. ആരതി മേനോനാണ് പറയുന്നത്. ജോസഫ് ജോൺ വർഗീസിനെ വോട്ട് ചെയ്യൂ. വോട്ട് ചെയ്യാം, പക്ഷെ എനിക്ക് എന്ത് തരും? എന്ത് വേണം? എന്ത് ചോദിച്ചാലും തരൂ. എന്റെ ഹൃദയം പറിച്ചെടുത്ത് ഉള്ളം കയ്യിൽ വെച്ച് തരും. അത് മതിയോ? അതെനിക്ക് വേണ്ട. പിന്നെ ജോസഫിന് എന്ത് വേണം? ഒരു ഉമ്മ തരൂ. അത്രേ ഉള്ളോ? എല്ലാരും വന്നേ, വന്നേ വന്നേ വന്നേ. എല്ലാവരും ശ്രദ്ധിക്കുക. കേവലം ഒരു ഉമ്മ കൊണ്ട് $10 മില്യൺ വിലയുള്ള ഒരു വോട്ട് ഞങ്ങളുടെ കാൻഡിഡേറ്റിന് ലഭിക്കുമെങ്കിൽ ഞാനിതാ ജോസഫിന് ഒരു ഉമ്മ സമ്മാനിക്കുന്നു. നീ എന്തായി പറയുന്നേ? വെയിറ്റ്. പക്ഷെ ഒരു കണ്ടീഷൻ, ജോസഫ് വാക്ക് മാറില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കണം. ഓക്കെ, $10 മില്യൺ വിലയുള്ള ആ കിസിന് വേണ്ടി ഞാൻ എന്റെ വോട്ട് കുട്ടിക്ക് സമ്മാനിക്കുന്നു. ഇനി വാക്ക് മാറരുത്. വാക്ക് മാറിയാൽ വെട്ടുകിളി പിന്നെ ഈ കോളേജിൽ പറക്കില്ല. അറിയാലോ ആരതിയെ? നീ ചൂടാവണ്ട. ഇപ്പൊ എന്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ നീ പോലും നിന്നെ കോട്ട് ചെയ്യില്ല. ഇറ്റ് വാസ് എ വെർജിൻ കിസ്. $1,000 മില്യൺ കിസ്. ഇഡിയറ്റ്. നാറിയിട്ട് വയ്യ. അവൻ കുളിച്ചിട്ട് 1 മാസമായിട്ടുണ്ടാവും. നിന്റെ വീരസാഹസം കോളേജ് മുഴുവൻ പാട്ടാവും. സാഹസമല്ല, ത്യാഗം. സാറെന്തിനെ എന്നെ വിളിപ്പിച്ചത്? മാമുണ്ണ, ഞാൻ ഈ കോളേജിൽ ആരാ? പ്രിൻസിപ്പൽ. സംശയമില്ലല്ലോ. എങ്കിൽ എനിക്ക് ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. ഞാൻ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കേവലം ഒരു ഉമ്മയുടെ പേരിൽ ഒരു പാവം പെൺകുട്ടിയുടെ ഭാവി തകർക്കുന്നത് കഷ്ടമാണ് സർ. കേവലം ഒരു ഉമ്മയല്ല അവിടെ പ്രശ്നം. ഈ കോളേജിന്റെ അന്തസ്സാണ്. ഇങ്ങനെയാണ് വോട്ട് പിടിക്കുന്നത്. ഭാരത സ്ത്രീധൻ ഭാവശുദ്ധി എന്ന് താൻ കേട്ടിട്ടില്ലേ? അതെന്താ? ഭാരതത്തിലെ സ്ത്രീകളൊന്നും ഉമ്മ വെക്കാറില്ലേ? തർക്കുത്തരം പറയരുത്. ചിറ്റേർത്ത് തറവാട്ടിലെ കുട്ടിയായി പോയത്. ആ കുടുംബവുമായിട്ട് എനിക്ക് ചില ബന്ധങ്ങളും കടപ്പാടുകളും ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പം സസ്പെൻഡ് ചെയ്തു. അപ്പൊ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞതോ? ഓ, തർക്കുത്തരം. ഓരോ ഭാരതീയനും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നല്ലേ പഠിപ്പിച്ചിരിക്കുന്നത്. എന്റെ സഹോദരന് ഞാനൊരു ഉമ്മ കൊടുത്തത് അത്ര വലിയ തെറ്റാണോ? അത് തെറ്റാണെന്നല്ല പറഞ്ഞത്. അപ്പൊ ശരിയാണല്ലേ? ഓ, സോറി സർ. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. താൻ ക്ലാസ്സിൽ പോകും. അപ്പൊ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നു. താങ്ക് യു സർ. സാറെന്താ ഇടി പറ്റിയതുപോലെ? ഒരിടി വെട്ടി കൃഷ്ണൻകുട്ടി. എവിടെ? ആരോടും പറയരുത്. എടോ, താനിവിടെ വെയിറ്റ് ചെയ്യ്. എനിക്കൊന്ന് പുറത്തു പോകാറുണ്ട്. അല്ല, ഇതെന്താ കയ്യിൽ? പുതിയ ഡിസ്കവർ മാഗസിനിൽ ഒരു എമർജൻസി ലോക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഒന്ന് പരീക്ഷ നോക്കാന്ന് വെച്ചു. പരീക്ഷിച്ച് നിന്റെ മുറി കടക്കാൻ പറ്റാതായിട്ടുണ്ട്. എവിടെ തൊട്ടാലും ഷോക്കാ. എന്റെ മുറി കടക്കുമ്പോ അല്പം സൂക്ഷിച്ചൊക്കെ കടന്നാ മതി. മുത്തശ്ശി അന്വേഷിക്കുന്നുണ്ട്. അയ്യോ മുത്തശ്ശി, ആ കുഞ്ഞമ്മായി, ഷോക്ക് അടിക്കാതെ ഒന്ന് മുറി കൊണ്ട് വെച്ചേക്ക്. മുത്തശ്ശിയുടെ ബോബിക്കുട്ടി വന്നു. ബോബിക്കുട്ടി എന്താ ഇത്ര വൈകിയേ? ഇന്ന് കോളേജ് മുഴുവൻ ഒരുപാട് പേരെ പിടിച്ച് കൊടയാനുണ്ടായിരുന്നു എന്റെ പൊന്നു മുത്തശ്ശി. നീ കൊടച്ചിട്ട വല്ലവർക്കും ജീവനുണ്ടോ മോളെ? ഒരെണ്ണം പോലും ചത്തില്ല. സകല ചെത്തുപിള്ളേർക്ക് എന്തൊരു തൊലിക്കടിയാ. ചോദിച്ച് ഞാൻ ഇന്ന് ഒരുത്തൻ ഒരു ഉമ്മ കൊടുത്തു. എന്റെ അമ്മോ, ഞാൻ പറയാറില്ലേ വെട്ടുകിളി. അവന്റെ തരിപ്പൊന്ന് കാണണമായിരുന്നു മുത്തശ്ശി. നീ എന്തിനാ അവൻ ഉമ്മ കൊടുത്തത്? അവൻ രഞ്ജിത്ലാലിന്റെ വലം കയ്യാ. ഒരൊറ്റ ഉമ്മ കൊണ്ട് അവൻ ഞങ്ങളുടെ കൂടെ പോന്നു. എന്നാലും അത്രത്തോളം വേണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞിക്കുട്ടനല്ലേ നിന്റെ പ്രിൻസിപ്പാള്? അവൻ ആള് മുൻകോപിയാ. സസ്പെൻഡ് ചെയ്യും. എന്നെ സസ്പെൻഡ് ചെയ്യാൻ പോയതാ മുത്തശ്ശി. എന്നിട്ടെന്താ? മുത്തശ്ശിയുടെ മോളല്ലേ ഞാൻ. വാചകം അടിച്ച് ആ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും കൊടുത്തോരണം.
കയ്യിലെത്തിയില്ലോ ഇവിടെ ഇനി അത് കഴുത്തിൽ ഇനി ഉണ്ടല്ലേ വേണ്ട ആരും എന്റെ പിന്നാലെ വരണ്ട ഞാൻ വരാം എന്താ എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ലടോ എന്താണോ എന്ത് പറ്റി ചുവന്ന ലൈറ്റ് എത്തി തന്റെ അമ്മ ചാവാൻ പോണെന്ന് അയ്യോ എവിടേക്ക് അങ്ങോട്ട് മാറി നിൽക്കൂ. എന്നെ പിടിക്കല്ലേ എന്ന് പറഞ്ഞില്ല. എന്താ അമ്മേ. പോയാ? മാറി. കയ്യിൽ. എന്താ കൈതാരാ ഇങ്ങനെ പറഞ്ഞില്ലേ എന്റെ കൈ കൊള്ളു കാലവിടെ കാല് മറച്ചിട് മറച്ചിടാൻ നീ മറക്കി ഇനി ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കണം എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ പറഞ്ഞോളൂ മുകളിലൊരാൾ ഇരിക്കുക ശ്വാസം വന്നില്ലേ അയ്യോ അമ്മേ മുത്തശ്ശി എന്നെ നീ പേടിപ്പിച്ചു എന്തെങ്കിലും തമാശ പറഞ്ഞ അമ്മ ചിരിപ്പിച്ചു കാണും കുട്ടിയോട് ഞാൻ പരവാശം പറഞ്ഞില്ലേ മുത്തച്ഛോട് തമാശ പറയരുത് എന്തെങ്കിലും സംഭവിച്ചാൽ ചിറ്റെടുത്ത് ലക്ഷ്മി അമ്മ അത്ര എളുപ്പമൊന്നും പോവുകയല്ലേ ഡാക്ടറെ എന്താ കാരണം നീ ബാക്കി പറ മോളെ വാങ്ങുവിൻ സായുജ്യമടയുവിൻ മത്ത് പിടിപ്പിക്കുന്ന മധുരമായി ഉമ്മൽ കൊണ്ട് ഈ കോളേജ് ക്യാമ്പസിനെ കോരിത്തരിക്ക് ചാരതി മേനോന്റെ നാല്യറാണിയുടെ നേക്കറ്റ് പീസുകളാണ് ഇതുവഴി വിറ്റുകൊണ്ടിരിക്കുന്നത്. കുട്ടി അത്ര കാര്യമായിട്ട് എടുക്കണ്ട ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്താൽ മതി അവർക്ക് അസൂയ അസൂയ മില്യൺ വിലയുള്ള വോട്ട് പിടിച്ചെടുത്ത അല്ലിറാണിയുടെ ഉമ്മയുടെ വില ഇന്ന് കമ്പോള നിലവാരത്തിൽ കുത്തരയിടിഞ്ഞിരിക്കുകയാണ്. വെറും 2 രൂപ മാത്രം. കരിങ്കലിന്റെ ഹൃദയമുള്ള മാടപ്രാവിന്റെ ഉമ്മകളാണ് വിറ്റുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. ഈ കുഞ്ഞിന് 2 രൂപ കൊച്ചും കൊടുത്തു. വരൂ വാങ്ങൂ മയങ്ങൂ 3 ഉമ്മകൾ വാങ്ങിയാൽ 1 ഉമ്മ ഫ്രീ. കോളേജ് ആകുമ്പോ അതൊക്കെ പതിവാ അതൊന്നും സാരമില്ല അവനൊരു ചെള്ള അവന്റെ മുമ്പിൽ തോറ്റിട്ട് ഞാൻ ഇനി കോളേജിൽ പോകുന്ന പ്രശ്നമില്ല നീ വേറെ വല്ല പ്രശ്നങ്ങളോടെ പറ അല്ലാതെ തന്നെ എനിക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും ഒരു കള്ളക്കേസിൽ കുടുക്കി അവ പിടിച്ച് അകത്തിട്ട് ശരിക്കൊന്ന് പെരുമാറണം എന്നിട്ട് വേണം നിന്റെ അമ്മാവന്റെ തൊപ്പി തെറിക്കാൻ പെൺകുട്ടികളായ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം ആൺകുട്ടികളോടല്ല കളിക്കേണ്ടത് കുഞ്ഞമ്മ ഇതിൽ ഇടപെടണ്ട ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ചിറ്റെടുത്ത തറവാട് പോലീസുകാരുടെ തറവാടാണെന്ന പുറത്ത് പേര് എന്നിട്ട് എനിക്കൊരു വിഷമം വന്നപ്പോ സഹായിക്കാൻ ആരുമില്ല പിന്നെ നിന്റെ താളത്തിനൊത്ത് തുള്ളാനാണല്ലോ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് വേണ്ട തുള്ളണ്ട സാർ CA അല്ലേ CAയേക്കാളും വലിയ അമ്മാവന്മാർ എനിക്ക് വേറെയുണ്ട് എന്നെ ചെറിയമ്മ സഹായിക്കും ആരതി അങ്ങനെ വിട്ടുകൊടുക്കുന്നു വിചാരിക്കണ്ട ഒരു CA ASPയുടെ മുന്നില് സല്യൂട്ട് ചെയ്യുന്ന ഷുവറാണേ മോളിൽ നിന്ന് ഓർഡർ വരുമ്പോ അതങ്ങ് നടത്തിച്ചാ മതി മിനിസ്റ്റർ നാളെ സർവകക്ഷികളുടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മതി ഫോഴ്സിന് അയക്കാനെന്ന് IG പറഞ്ഞത് പക്ഷെ നാട്ടുകാരാകെ ഇളയിരിക്കുക തൽക്കാലം സംശയം തോന്നുന്ന കുറേ എണ്ണത്തിന് കസ്റ്റഡിയിൽ എടുക്ക് കൃഷ്ണകുമാറും സുരേന്ദ്രൻ അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാം ASPയുടെ ആത്തോട്ട് ഇപ്പൊ കാണാൻ പറ്റില്ല സ്വല്പം തിരക്കില്ല ചെറിയമ്മ ആരതി വന്നു വാ വാ നീ വരുന്നത് നിന്റെ കുഞ്ഞമ്മാവൻ ഇപ്പൊ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ കുഞ്ഞമ്മാവനും ചെറിയമ്മാവനും തൊഴുതു വല്യമ്മാവനെങ്കിലും എന്റെ വിഷമം ഒന്ന് മനസ്സിലാക്കണം എല്ലാ സ്റ്റുഡൻസിന്റെ മുമ്പിൽ വെച്ച അവൻ എന്നെ ഇൻസൾട്ട് ചെയ്തത് അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് സതി നീ ചെന്ന് ഇവൾ കൂടി ചോറ് വിളമ്പ് ആരതി ഊണ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ ചോറുണ്ണാനല്ല ഞാൻ വന്നത് ഇക്കണക്കിന് ഒരുത്തൻ എന്നെ കയറി പിടിച്ചാലും നിങ്ങളാരും എന്നെ സഹായിക്കില്ലല്ലോ നിന്നെ എന്നല്ല ആരെയും ഒരുത്തനും കയറി പിടിക്കില്ല പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് നോക്കിക്കോ ഇവിടെ എന്നെ സഹായിക്കാൻ ഒരാളും ഇല്ലെന്ന് ഞാൻ അച്ഛൻ എഴുതും ഇതിനേക്കാളും വലിയ അധികാരമുള്ള ഉടുപ്പാ എന്റെ അച്ഛന് ഉടുപ്പിന്റെ കാര്യത്തിൽ നിന്റെ പ്രിൻസിപ്പലും അത്ര മോശമൊന്നുമല്ല നിന്റെ വിളച്ചിൽ അധികം ആവുമ്പോ ഒരു ടീസ് എഴുതി അങ്ങനെ കൈ തരും അത് മോള് മറക്കണ്ട അവളെവിടെ മുകളിൽ അമ്മയായിട്ട് കുസ്തി പിടിക്കുക തീർന്നില്ല അവളുടെ പിണക്കം അവള് വാശി പിടിച്ച വാശിയാന്നറിയില്ലേ അമ്മാവന്മാരെല്ലാം കൂടെ ചേർന്ന് മോളെ കൊഞ്ചിച്ചു വഷളാക്കിയെന്നാവും അവസാനം അളിയന്റെ പരാതി ഏതായാലും ഈ വീട്ടിലെ വലിയ പോലീസ് അവളല്ലേ നമുക്ക് എല്ലാവർക്കും കൂടി ചെന്ന് ഒന്ന് സെല്യൂട്ട് ചെയ്തിട്ട് വരാം എടാ അവളുടെ മുറി കയറുക എന്ന് വെച്ചാൽ എനിക്ക് പേടിയാ എന്തെങ്കിലുമൊക്കെ കൊണസ്റ്റൊപ്പിച്ച് വെച്ചിട്ടുണ്ടാവും എന്നാൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇവിടെ നിൽക്കേ ഞാൻ ചെന്ന് അവളെ വിളിച്ചു നോക്കാം ആ
അതെ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ വിളിച്ചാൽ ശരിയാകില്ല. ചേട്ടൻ തന്നെ നിങ്ങൾ വിളി. അല്ല അപ്പു, നീ ഒന്ന് വിളിക്കേ. നീ എന്തൊക്കെ ഈ മുറിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇങ്ങനെ 3 പേര് ഒരുമിച്ച് ക്ലീൻ ബോൾഡ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. ഏതായാലും നിന്റെ പിണക്കം മാറിയല്ലോ, ഭാഗ്യം. പിണക്കൊന്നും മാറിയിട്ടില്ല. എന്നാൽ എനിക്കൊരു പ്രശ്നം വന്നപ്പോ ഒറ്റ അമ്മാമാര് സഹായിച്ചില്ലല്ലോ. ഞങ്ങള് സഹായിച്ചില്ലെങ്കിൽ എന്താ, ഇതുപോലൊരു ഇടികട്ട ഉണ്ടാക്കി നീ തന്നെ അവന്റെ തലയ്ക്ക് 4 കൊട്ടുകൊട്. ബ്രദേഴ്സ്, കബഡി 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 ദീപം 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 അതുകൊണ്ട് രാമ 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 പാടുകയും ചെയ്തിരുന്നു. പിന്നീട് മനുഷ്യൻ കൃഷി ചെയ്യുവാനും മൃഗങ്ങളെ ഇണക്കി അവന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാനും തുടങ്ങി. ഒന്ന് പതുക്കെ പിടി എന്റെ ചേച്ചി. പതുക്കെ തന്നെയാ ഉണ്ണിയെ പിടിക്കണത്. നിന്റെ അവസ്ഥ കാണുമ്പോ അവര് കബഡി കളിച്ചത് മൈതാനത്തല്ല, നിന്റെ ദേഹത്താണെന്ന് തോന്നും. ചതയാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. ഒരു റഫറിയുടെ ജീവിതത്തിൽ ഇതൊക്കെ വെറും സാധാരണ സംഭവങ്ങളാണ് ചേച്ചി. അതെ അതെ, അടങ്ങി എവിടെങ്കിലും കിടക്കടാ. ഒളിമ്പിക്സിലെ റഫറിമാരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ചവിട്ടുകൊണ്ട് ഒതും, അവിടെ വെടിയാ, പിന്നെ റഫറി നിൽക്കണ സ്ഥാനത്ത് വെറും പുകയാ. കഴിഞ്ഞ ഒളിമ്പിക്സിൽ തന്നെ 9 റഫറിമാരെയാണ് അവർ വെടിവെച്ച് കൊന്നത്. എന്നിട്ട് റഫറിമാർക്ക് വല്ല കുറവുണ്ടോ? അതാണ് ചേച്ചി റഫറിമാരെ സ്പിരിറ്റ്. മാമ സൈഡ് പറഞ്ഞെന്നും പറഞ്ഞ് കളിക്കാരെടുത്തിട്ട് പെരുമാറിയതാവും അമ്മേ. ഒരു റഫറിയുടെ സത്യസന്ധത ചോദ്യം ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ രാമനുണ്ണി 2 സൈഡ് നിന്നിട്ടുണ്ട്. അത് കളാ. അവിടെ കിടക്കടാ. രാമനുണ്ണി റഫറിയാണോ? കളിയിൽ അച്ചടക്കം നിർബന്ധമാണ്. അച്ചടക്കം കൂടുമ്പം വാശി കൂടും, വാശി കൂടുമ്പം കളിയിൽ കൂട്ടത്തിലുണ്ടാവും. അതിന് റഫറിയോട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കളിക്കുന്നവന് സാധു ബീഡിയുടെ വലിപ്പമുള്ള ഒരു കപ്പെങ്കിലും കിട്ടും. നിനക്ക് എന്തോ നാടാ കിട്ടുന്നത്? ഊരി കളിക്കാൻ ഒരു ബസ്സിലോ? ഓ തുടങ്ങി ചേച്ചി തിരുമു. ഈ വയ്യാത്ത കാര്യം വെച്ച് അധ്വാനിക്കാൻ ഞാൻ ഇനി അധികാലം ഉണ്ടായിന്ന് വരില്ല. കുടുംബത്തിനാകെയുള്ള ഒരു ആന്തരിക ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ കാള കളിച്ച് നടന്നോ? 3 നേരം തിന്നാനുള്ളതൊക്കെ നിന്റെ കളിക്കാർ കൊണ്ടുവന്ന് തരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുടുംബരംഗവും കായിക രംഗവും തമ്മിൽ മിക്സ് ആക്കല്ലേ. അച്ഛൻ പറയുന്നതിൽ കാര്യമുണ്ട്. നിനക്കെന്താ ഉണ്ണി ഒരു ജോലിക്ക് ശ്രമിച്ചാല്? അടുത്ത ആഴ്ച 5-6 ജോലികൾ മാവേലി സ്റ്റോർ വഴി വിതരണം ചെയ്യുന്ന ഇന്നത്തെ പത്രത്തിലുണ്ട്. ഞാനൊന്ന് ശ്രമിക്കാം. എന്താ? ഓ, എന്ത് പറഞ്ഞാലും തറുതലേ പറയൂ. ഞാൻ വല്ല അമേരിക്കയിലോ ജപ്പാനിലോ ജനിച്ചിരുന്നെങ്കിൽ എന്നെ അവർ പൊക്കിക്കൊണ്ട് നടന്നേനെ. അച്ഛൻ വന്നിട്ട് വെള്ളം ചൂടായി കാണും. ഇല്ലെങ്കിൽ അവനിപ്പോ ഒളിമ്പിക്സിന്റെ കാര്യം പറയും. നടക്ക. ഈ വീട്ടിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരു മനുഷ്യൻ പോലും ഇല്ലാതായി പോയല്ലോ. ചേട്ടൻ പൂവായില്ലേ? പുറപ്പെടാൻ നേരമായി ഭാഗ്യം. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. മോളെ കരയിക്കാതെ നോക്കണം. എത്ര നാളാണെന്ന് വെച്ചാ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുക. എല്ലാം നമ്മുടെ വിധിയാണ് ഭാഗ്യം. നമുക്ക് ജീവിക്കണ്ടേ? പുറപ്പെടാൻ നേരത്ത് കരയല്ലേ? എനിക്ക് സഹിക്കണില്ല ഏട്ടാ. ഈ പകലൊക്കെ രാത്രിയും രാത്രിയൊക്കെ പകലും ആയിരുന്നെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാതെ ഒപ്പിക്കാമായിരുന്നു. എല്ലാ ദിവസവും രാത്രിയിൽ നൈറ്റ് ഡ്യൂട്ടി, രാത്രിയിൽ നൈറ്റ് ഡ്യൂട്ടി. ഇവന്മാർക്കൊക്കെ പകലിൽ നൈറ്റ് ഡ്യൂട്ടി വെച്ചാൽ എന്താ? ഇന്ന് രാത്രിയും തിരക്ക് പിടിച്ച പണി തന്നെ ആയിരിക്കും ഭാഗ്യം. നേരാമണ്ണം പെർമിറ്റ് ഇല്ലാത്ത 4 ലോറി സ്പിരിറ്റ് ഇന്ന് കമ്പനിയിലെത്തി. ഈ വടിയും കുത്തി പിടിച്ച് ഞാൻ തന്നെ അതിന് രാവിലെ നിൽക്കേണ്ടി വരും. അളിയന്റെ ഭാഗ്യം. ഒന്ന് കാല് മാറി ചവിട്ടി അത് പിടിച്ചകത്താക്കിയുള്ള കമ്മീഷൻ വാങ്ങ്. ഒന്നുമില്ലെങ്കിൽ എന്റെ പെങ്ങക്കെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടട്ടെ. അത് ശരി.
ഞാനത് ഒറ്റ കൊടുത്താൽ കമ്പനിയിലെ ഗുണ്ടകൾ എന്നെ തല്ലി ചതക്കും. അപ്പൊ ഞാൻ ചാവും. എന്റെ 16 അടിയന്തരവും കഴിഞ്ഞ് അതിന്റെ കമ്മീഷനും വാങ്ങി നിനക്ക് നിന്റെ പെങ്ങൾക്ക് സുഖമായിട്ട് കഴിയാം അല്ലേ? അയ്യോ അറമ്പറ്റുന്ന വർത്താനൊന്നും പറയല്ലേ ചേട്ടാ. പിന്നെ പറയാണ്ട്, തൊഴിലാണ് എന്റെ ചോറ്. ആ ചോറിനോട് എനിക്ക് ആത്മാർത്ഥതയുണ്ട്. ആ ആത്മാർത്ഥതയാണ് അളിയൻ ചോദ്യം ചെയ്തത്. അത് ഞാൻ സഹിക്കൂല. ആത്മാർത്ഥതയുടെ കാര്യമൊന്നും അളിയാൻ പറയണ്ട. അവിടെ ചെന്നാലും കിടന്ന് ഉറക്കമാണെന്നുള്ള ന്യൂസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നൈറ്റ് ഡ്യൂട്ടി എന്നുള്ള സെന്റിമെന്റ്സും പറഞ്ഞ് പകൽ ഇവിടെ വന്നും കിടന്നുറക്കം. അയ്യോ സത്യമാണോ ചേട്ടാ? എന്റെ ഭാഗ്യം, ഇതൊന്നും വിശ്വസിക്കല്ലേ. ഇതെല്ലാം വെറും ഊഹാപോഹങ്ങളാണ്. അപ്പൊ 2 പ്രാവശ്യം സസ്പെൻഡ് ചെയ്തോ? സസ്പെൻഡ് ചെയ്തത് പിന്നെ മനുഷ്യനല്ലേ, ഓരോന്ന് ചിന്തിച്ചിരുന്നു സ്വല്പം മയങ്ങിപ്പോയി. ആ മയക്കത്തിനാണ് മലയാളത്തിൽ ഉറക്കം എന്ന് പറയുന്നത്. അതെ, ഉറക്കം എന്റെ ഒരു വീക്ക്നെസ് ആണ്. നൈറ്റ് ഡ്യൂട്ടിക്ക് അല്ലാതെ പിന്നെ വേറെ ഏത് ജോലിക്കാണ് ഡ്യൂട്ടി സമയത്ത് ഉറങ്ങാൻ പറ്റുന്നത്? അല്ലെങ്കിൽ പിന്നെ വരെ സർക്കാർ ഉദ്യോഗം കിട്ടണം. അയ്യോ ഭാഗ്യം, എനിക്ക് ഇറങ്ങാൻ നേരമായി. ഉറങ്ങാൻ നേരമായെന്ന് പറയലയാ. ഓ ഭാഗ്യം, ഞാൻ ഉറങ്ങട്ടെ. അല്ല ഇറങ്ങട്ടെ.